എന്നെ വിളിച്ച കർത്താവ് ഒരു വാഗ്ദത്തം തന്നു. സ്തോത്രം. ആ വാഗ്ദത്തത്തെ എണ്ണിയാണ് ഓരോ നാളും ഞാൻ ജീവിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ അറിയുന്ന ശുശ്രൂഷകരും എന്നെ അറിയുന്ന പിതാക്കളും ചോദിക്കും, ഇടാ ഇതെങ്ങനെ നടക്കും? പ്രൈസ് ദി ലോർഡ്. കാരണം ശുശ്രൂഷയുടെ തുടക്കം, ആമേൻ, ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കാണിക്ക വാങ്ങത്തില്ല. ശരി, പോട്ടെ. രണ്ടാമത് തീരുമാനിച്ചു, വീട് വീടായി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കാണിക്ക വാങ്ങത്തില്ല. ഒരു ദൈവദാസനോട് ചോദിച്ചു, ഓ ദൈവം നിനക്ക് അങ്ങ് നൂലിൽ കെട്ടി ഇറക്കി തരും. എനിക്കറിഞ്ഞുകൂടാ എങ്ങനെ ഇറക്കുമെന്ന്. എങ്ങനെ ഇറക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ദിവസം ഹാളൊഴിഞ്ഞ ഒരു മൂലക്കിരുന്നുകൊണ്ട് ദൈവത്തെ നോക്കി വിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവ് തന്ന ഒരു ദർശനമുണ്ട്. ജീസസ്. പീറ്ററിനെ പോലെയുള്ളവർക്കോ അല്പം കൂടെ കഴിവുള്ളവർക്കോ ഒന്നും അത് ചെയ്യുവാൻ കഴിയുകയില്ല. മാനുഷികമായി വരുന്ന വഴികൾ, മനുഷ്യൻ കണക്ക് കൂട്ടി ഉണ്ടാക്കുന്ന വഴികളുണ്ട് പലതും. മനുഷ്യൻ കണക്ക് കൂട്ടി ഉണ്ടാക്കുന്ന വഴികളെല്ലാം വേണ്ടാതെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാണിക്ക കൊണ്ടുവന്നാൽ ഞാൻ വാങ്ങാതെ വിടുന്നത്. നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല. നിങ്ങളുടെ വീടുകളിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നാൽ വാങ്ങാതെ വരുന്നത് അത് വിരോധം കൊണ്ടല്ല. ആമേൻ. മാനുഷികമായി ഇതുവഴിയല്ലേ വരും എന്ന് ആമേൻ ലോകം പറയുമ്പോൾ എനിക്കറിയാം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യനെയല്ല, ആത്മീക ലീഡർമാരെ അല്ല, ഞാൻ വിശ്വസിക്കുന്നത് വിളിച്ച ദൈവത്തെയാണ്. പക്ഷെ ഒരു കാര്യം, വിളിച്ച ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ തോന്നിയ വഴി നടന്നാൽ ഒന്നും നടക്കത്തില്ല. ഓരോ കാൽച്ചുവടുകളും കർത്താവിൻ്റെ വഴിയാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ അവിടെ തോറ്റു മാറിപ്പോകേണ്ടി വരികയില്ല. എൻ്റെ ഹിതം ഒന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്ന് പാടിക്കൊണ്ട് എൻ്റെ ഇഷ്ടം മാത്രം, ഞാൻ എൻ്റെ വ്യക്തിപരം, ഞാൻ എൻ്റെ കാര്യം എന്ന് പറയുന്നുവെങ്കിൽ അവിടെ പൂജ്യം തന്നെ കാണും. പക്ഷേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും ഒരു അടിമയെങ്കിൽ അടിമ, അനുസരണമെങ്കിൽ അനുസരണം. ആമീൻ. താണിരിക്കേണ്ട സമയം താണിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. നിശ്ചയമായും എൻ്റെ ദൈവം സമയത്തിന് ഉയർത്തും. അത് പൊട്ടക്കുഴിയിലായാലും പത്തിഭന്റെ വീട്ടിലായാലും ജയിലറയിലായാലും, ഓ വിളിച്ച ദൈവം വിശ്വസ്തൻ.